CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. ആഭ്യന്തരം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾക്കാണ് വിമർശനം. ലൈഫ് ഭവന പദ്ധതി വൈകുന്നതിലും ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിയതിലും വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സംസ്ഥാന ഭരണം കാരണമായെന്നാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രതിനിധികളുടെ വിലയിരുത്തൽ. സ്പീക്കർ AN ഷംസീറിനെയും സമ്മേളനത്തിൽ വിമർശിച്ചു. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെ പേരെടുത്തുള്ള വിമർശനത്തിലേക്ക് കടക്കുകയായിരുന്നോ പ്രതിനിധികൾ? തീർച്ചയായും സുജയ, ഇന്നലെ മുതൽ ആരംഭിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്ന് വരുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ഈ സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണത്തിലുണ്ടായ വീഴ്ചകൾ കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന ചർച്ചകളൊപ്പം ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ഭവന പദ്ധതി, അതായത് ലൈഫ് ഭവന പദ്ധതി വൈകുന്നതിലും ക്ഷേമ പെൻഷൻ താളം തെറ്റിയതിലും വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. ഒപ്പം ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു, ഈ ചർച്ചയ്ക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തും, ഈ ചർച്ച വീക്ഷിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പീക്കർ ഷംസീറിനെതിരെയും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. വെഞ്ഞാറമൂട് ACയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രി അറിയാതെ തന്നെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യമാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒപ്പം സംസ്ഥാന വകുപ്പ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മന്ത്രിക്ക് അല്ലാതെ തന്നെ വലിയ രീതിയിൽ നേതാക്കളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഭരണത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നടക്കമുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും സെക്രട്ടറി V. ജോയി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരുകയാണ്. സുജയ, റിനു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമാണ് 2019-ലും 2024-ലും. അത് ആവർത്തിച്ചത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചും തുടർഭരണം കിട്ടിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കിട്ടിയില്ല എന്ന വിമർശനമാണ് ഉയരുന്നത് തിരുവനന്തപുരം സമ്മേളനത്തിൽ. തീർച്ചയായും, അതായത് വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം CPMന്, പ്രത്യേകിച്ച് LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിൽ പ്രധാനമായും രണ്ടാമതായി ഭരണത്തിൽ എത്തിയ LDF സർക്കാരിൻ്റെ പോരായ്മകൾ തന്നെയാണ് ഈ വീഴ്ചയ്ക്ക് കാരണമെന്നുള്ളത് തന്നെയാണ് സഖാക്കൾ വിലയിരുത്തുന്നത്. വലിയ രീതിയിലുള്ള അതായത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ താളം തെറ്റിയതൊപ്പം ലൈഫ് ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ വീഴ്ചയുണ്ടായത്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായി വരുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നേതാക്കൾ ഒരു ഇടപെടലുകൾ നടത്താത്തതാണ് ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം. അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചെങ്കിൽ അത് കേന്ദ്ര നയത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷ നേതാക്കൾ, സംസ്ഥാനത്തെ നേതാക്കൾ ആരോപിക്കുന്നത്. പക്ഷേ ഇതടക്കം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി അവരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വീഴ്ച നേതാക്കൾക്ക് ഉണ്ടായി. ഒപ്പം നേതാക്കൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നത് അടക്കമുള്ള ഒരു വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിലെ ഈ പ്രതിനിധികളിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ സമ്മേളനത്തിൽ നിന്ന് പ്രതികരണങ്ങളായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം.